ഇവിടെ സിഗ്നൽ ഓപ്പൺ ആക്കുന്ന ഒരു ഇതല്ല, പക്ഷേ ഒരു ആംബുലൻസ് ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ സിഗ്നൽ ഇപ്പം നിലവിൽ ഓൺ ചെയ്തത്. അയ്യോ, റെഡ് ലൈൻ വീണല്ലോ, ഞാൻ ശ്രദ്ധിച്ചില്ല. റെഡ് ലൈറ്റ് വീണാർന്നേ, ഞാൻ ആ ഒരു ആംബുലൻസിനെ ഇതാക്കിയാണ്. ആംബുലൻസ് പോകുന്നവരെ മാത്രമായിരിക്കും ആ ഒരു സിഗ്നൽ ഉണ്ടാവുന്നത്, പിന്നെ അത് ക്ലോസ് ചെയ്യും. സോ ഈ ഒരു കാര്യത്തിലൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു ട്രാഫിക് സിഗ്നൽ മെയിൻറ്റെയിൻ ചെയ്ത്. ഇവിടെ പല സ്ഥലത്തും 10 മണിക്ക് ശേഷം ഓട്ടോമാറ്റിക് വെച്ചിട്ടുണ്ടാവും, അല്ലാത്ത സമയത്തൊക്കെ മാനുവലി ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. അത് വലിയൊരു ഉപകാരം. കാരണം ഒരു എമർജൻസിക്ക് ഒരു ആംബുലൻസ് വരാൻ നേരത്ത് സിഗ്നൽ എന്തായാലും അവിടെ പാസ് ചെയ്തേ പറ്റും. സോ 3 വഴി ഉണ്ടെങ്കിൽ മുമ്പോട്ട് 3 വഴി ഉണ്ടെങ്കിൽ 3 വഴിയിലോട്ടുള്ള സിഗ്നലും ഓപ്പൺ ആക്കി കൊടുക്കണം, എന്നാലേ ആ ട്രാഫിക് ക്ലിയർ ആയിട്ട് ആംബുലൻസിന് ഈസി ആയിട്ട് കടന്നു പോകാൻ പറ്റുള്ളൂ. സോ അതൊക്കെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നല്ല സ്പീഡായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ എന്താ പറയുക, അപ്രിഷ്യേറ്റ് ചെയ്തേ പറ്റൂ. ഇവിടെ മൊത്തം മുമ്പിൽ ഇപ്പം മൊത്തം എംപ്റ്റി റോഡായിട്ട് കിടക്കുമായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതുപോലെ അമേരിക്ക ആയിപ്പോയോ, അവിടെ നിന്ന് റൈറ്റ് ആയിരുന്നല്ലോ എടുക്കാനുള്ളത്, അതുകൊണ്ടായിരിക്കും ആൾക്കാർ മൊത്തം ഈ ഒരു ലൈൻ കീപ്പ് ചെയ്തത്. ഇൻഫാൻട്രി റോഡ്, ഈ റോഡ് കണ്ടില്ല, നമ്മളെ കണ്ണടി പോലെയുണ്ട്, മിററെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കൂട്ട്, അത്രത്തോളം എന്താ പറയുക ഇതാണ്, നൈസാണ്. മഴക്കാലത്തൊക്കെ വളരെ ഡേഞ്ചറാണ്. മൊട്ട ടയറും കൊണ്ടൊക്കെ ഈ ഒരു ഭാഗത്ത് വന്നെങ്കിൽ ഉറപ്പായിട്ടും തെന്നിയടിച്ച് വീഴുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഇനി മുന്നോട്ട് ബ്ലോക്കായിരിക്കും, അത് ഉറപ്പാണ്. ചേട്ടാ, അപ്പൂപ്പ, ഒരു വയസ്സായ അപ്പൂപ്പനാണ്. ട്രാഫിക് അത്രയും എന്താ പറയുക ഒരു പേടി. സിഗ്നൽ ഇത്രയും ദൂരമായിരുന്നു, ഇത്രത്തോളം ബ്ലോക്കായിരുന്നു. കുറച്ച് നേരം കൂടെ വെച്ചോളൂ. ഒരു ടൈമിങ്സ് അതിൽ കാണിക്കുന്നില്ല. ടൈമിങ്സ് കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലായാൽ ഇത് ഒറ്റയടിക്കാണ് ഈ ഒരു എന്താ പറയുക റെഡ് സിഗ്നൽ വന്ന് വീഴുന്നത്. ഒരു ഓട്ടോയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ സ്കൂട്ടറിൽ കൊണ്ടുപോകുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ എന്തോ പരിപാടിയുണ്ട്, അതാണ് ഇത്രത്തോളം തിരക്ക് ഈ ഒരു ഭാഗത്ത്. ചില ആട്ടോക്കാരുണ്ടല്ലോ കൃത്യമായിട്ട് ലെഫ്റ്റും റൈറ്റും റോഡെല്ലാം നോക്കിയിട്ടാണ്. ഇപ്പോൾ കണ്ടില്ല അവിടെ രക്ഷക്കാരൻ. സാധാരണ ഇയാളുടെ സ്ഥാനത്ത് വേറെ ഒരാളാണെങ്കിലും തീർച്ചയായും എന്താ പറയുക ഒറ്റയടിക്കും ലെഫ്റ്റും റൈറ്റും ഒന്നും നോക്കാണ്ട് നേരെ കയറ്റിക്കൊണ്ട് പോയേനെ. ഇവിടെയാണ് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലോട്ട് നമ്മൾ എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നു. ആക്ച്വലി ഇത് 1 വേ ആട്ടോ. തുടക്കത്തിൽ തന്നെ ബ്ലോക്കാണല്ലോ. കമേഴ്ഷ്യൽ സ്ട്രീറ്റ്, ഓക്കെ. ഓട്ടോയ്ക്കും ഗൂഡ്സ് വാഹനത്തിനും പോകാൻ പാടില്ല എന്നാണ്. ഓക്കെ, സോ എവിടെ ഞാൻ നിൽക്കുന്നില്ല. വണ്ടി ഇപ്പം നമുക്കൊരു സൈഡിൽ പാർക്ക് ചെയ്യണമെങ്കിൽ ഒന്നാമത് പാർക്കിംഗ് ഫീസ് ഇവിടെ കളക്ട് ചെയ്യും BMW കാർ. ഇങ്ങനെ മെല്ലെ റൈഡ് ചെയ്ത് പോകുന്നു. അടുത്തത് ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകുന്നു. ഇവിടെ ലൈറ്റിംഗ് പരിപാടികളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സോ ലൈറ്റിംഗ് ഒക്കെ നമുക്ക് അവിടെ ചെയ്തിരിക്കുന്നത് കാണാം. ഈ റോഡിലൊക്കെ റൈറ്റ് സൈഡിലാണ് കാർ പാർക്ക് ചെയ്യുന്നത്. ഒരു സൈഡ് മാത്രമായിരിക്കും, മറ്റൊരു സൈഡിൽ എന്താ പറയുക ഇങ്ങനെ എന്താ പറയുക സ്പേസ് വേണമല്ലോ കടന്നു പോകാനുള്ളത്. ഇവിടുന്ന് സിഗ്നൽ പാസ് ചെയ്തു, അതായത് പാർക്കിങ്ങിനുള്ള സ്പേസ് ഇല്ല എന്ന് പറഞ്ഞ്. ഒരു തിങ്കളാഴ്ച ദിവസമായിട്ട് പോലും ഇത്രത്തോളം എന്താ പറയുക തിരക്കാണ്. അതൊരു സീബ്ര ലൈനായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ആ സീബ്ര ലൈനൊക്കെ മൊത്തം തേഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ട്. രാത്രിയൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴാണ് കുറച്ച് എന്താ പറയുക ഒരു സെറ്റപ്പുള്ള ഒരു ഫോട്ടോജനിക്കായിട്ടുള്ളൊരു ഫീൽ ഉണ്ടാകുന്നത്. മാത്രം ആ സമയത്ത് എന്ന് പറയുമ്പോൾ മൊത്തം ലൈറ്റിങ്സ് ഒക്കെ ആയിട്ട് പൊളിയായിരിക്കും ഈ ഒരു ഭാഗത്ത്. ഇവിടെ നമുക്ക് അത്യാവശ്യം ഷോപ്പിംഗ് ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് പ്രീമിയം ആയിട്ടുള്ളതും പിന്നെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന വിലയ്ക്ക് കിട്ടുന്നതും എല്ലാം കിട്ടും. സോ ഈ ഒരു കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്ന നേരത്ത് ഈ ഒരു സ്ട്രീറ്റ് മാത്രമാണ് കുറച്ച് പ്രീമിയം സെറ്റപ്പിലുള്ളത്. എൻ്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ ഒരുപാട് ക്രോസ് റോഡൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ എല്ലായിടത്തും എന്താ പറയുക ഒരു ബാർഗെയിൻ ചെയ്യണം. നമ്മളിപ്പോൾ പർച്ചേസ് ആണ് നമ്മൾ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ബാർഗെയിൻ ചെയ്യണം. മുമ്പിൽ ബ്ലോക്കാണല്ലോ, അതാണ്. ഇവിടെ നിന്ന് ഞാൻ എന്തായാലും ചർച്ച് സ്ട്രീറ്റിനുള്ള മാപ്പ് ഇട്ടാട്ടെ. ഓക്കെ,
ഞാൻ ഈ ട്രാഫിക്കിലാണെങ്കിലും പോലും 2 വീലറുടെ അവർ സെലക്ട് ചെയ്യുന്നില്ല, 4 വീലറുടെ തന്നെ സെലക്ട് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അതാണ് ഏകദേശം ഈ ഒരു സ്ട്രീറ്റിലെ ഒരു ഭാഗം തീർന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ബാർഗെയിൻ ചെയ്യാം, പഠിച്ചിരിക്കണം. അത് ഭാഷ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഈ മലയാളികളെ കാണുമ്പോൾ ഒരു പറ്റിപ്പിക്കാൻ വേണ്ടി ഒരു തോന്നലുണ്ടാവും കന്നഡക്കാർക്ക്. പിന്നെ ബയ്യന്മാരും ഉണ്ടാവും ഇഷ്ടം പോലെ, അതായത് നോർത്ത് ഇന്ത്യൻസ്. അവർ വലിയ തിരക്കേടുണ്ടാവില്ല. ബാർഗെയിൻ ചെയ്ത ആ ഒരു ഇതിലോട്ട് നമ്മൾ പറഞ്ഞ എമൗണ്ട് വന്ന് നിൽക്കും അവസാനം. ഈ കന്നഡക്കാർക്കായിരിക്കും കുറച്ചും കൂടെ എന്താ പറയുക, അത് എല്ലാവരും എന്നല്ല, എല്ലാവരും ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ചില ആൾക്കാർ മാത്രം അന്യഭാഷ, അതായത് അന്യ സംസ്ഥാനത്തിന് വന്ന ആൾക്കാരെ കണ്ടാലാവില്ല. ഇപ്പോൾ ഒരു ബോക്സ് പോലെ ഞാനിപ്പം ചുറ്റിക്കറങ്ങി വരണം. മുൻപിൽ ഒരു പഴയ ഒരു LIC ബിൽഡിംഗ് കണ്ടില്ലേ, പഴയതാണോ അതേ പഴയത് തൊട്ട് ആക്കിയെടുത്താണോ എന്നറിയില്ല, പക്ഷേ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. സോ മഹാത്മാഗാന്ധി റോഡിലോട്ട് എത്തി. നെക്സ്റ്റ് അവിടെ നിന്ന് ബ്രിഗേഡ് റോഡിലോട്ട് ചാടിയിട്ട് അവിടെ നിന്ന് ചർച്ച് സ്ട്രീറ്റ്. അങ്ങനെയാണ് ഈ റോഡിൻ്റെ കിടപ്പ്. ഈ ഒരു ചർച്ച് സ്ട്രീറ്റ് 1 വേ ആട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. ഈ ഒരു ബ്രിഗേഡ് റോഡിലെ ബിൽഡിങ്സ് ഒരു പഴയ ഒരു ശൈലിയിലാണ് ഇത് പണിതിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ഭാഗത്ത് പകൽ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല. അതാണ് ഇങ്ങോട്ടൊക്കെ ഒന്ന് റൈഡ് വരാം, ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ച് പോകാമെന്നൊരു ഉദ്ദേശത്തോടെ വന്നത്. സോ ഒരു ഗോത്തൂലിക് ശൈലിയാണോ അങ്ങനെ എന്താ കണ്ടാണ് ഞാൻ അതൊന്ന് വായിച്ചപ്പം. ഇതാണ് കണ്ടില്ലേ BMTCയുടെ പുതിയൊരു ഇലക്ട്രിക് വണ്ടി. ഇത് ടാറ്റയുടെ ആണോ ആണെന്ന് തോന്നുന്നു. ഇത് അശോക് ലൈലാൻഡ്. ഓക്കെ, അതാണ്. സോ പകൽ വരാൻ നേരത്തുള്ള കാഴ്ചയും വ്യത്യസ്തമായിരിക്കും, രാത്രി വരാൻ നേരത്ത് ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഭംഗി ഉണ്ടാവും. ഇവിടെ തന്നെ കോപ്സ് ഉണ്ട്, ഒരാളേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഇപ്പോഴും വണ്ടിയായിട്ട് വന്ന് നിൽക്കുന്നതാണ്. ഈ മുൻപിൽ കാറൊക്കെ ഉണ്ടെങ്കിൽ ശരിക്കും ഇതിൻ്റെ ഭംഗി നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാനുള്ളത് ബ്രിഗേഡ് റോഡാട്ടോ. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് ചർച്ച് സ്ട്രീറ്റിലോട്ട് പോകുന്നത്. ഓക്കെ, ചർച്ച് സ്ട്രീറ്റിലോട്ട് എൻട്രി ചെയ്തിരിക്കുന്നു. ഈ എൻട്രി ചെയ്യുന്ന ഈ ഒരു ഭാഗമാണ് കുറച്ചും കൂടെ ഫോട്ടോജനിക് ആയിട്ടുള്ളത്. ഇവിടെ ഇൻ്റർലോക്ക് പോലെയുള്ള ആ ഒരു ഇതാണ് ഇവിടെ റോഡ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇത് ആൾമോസ്റ്റ് എല്ലാം വാക്കിംഗ് സ്ട്രീറ്റ് ആട്ടോ. അതുപോലെ തന്നെ ഇത് 1 വേ ആണ്, സൈക്കിളിനൊക്കെ കൊണ്ടുവരാം. 1 വേ ആണിത്. ചെറിയ രീതിയിൽ ചാട്ടമുണ്ട് ഈ റൂട്ടിന്. ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ആ ഒരു മെട്രോയുടെ നമുക്ക് ഡയറക്റ്റ് എന്താ പറയുക ചർച്ച് സ്ട്രീറ്റിൽ വന്ന് ഇറങ്ങാം. MG റോഡ് ചർച്ച് സ്ട്രീറ്റ്. സോ ചർച്ച് സ്ട്രീറ്റ് എന്ന് പറയുമ്പം ഒരു പെർഫെക്റ്റ് ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ് നമുക്കിവിടെ. രാത്രിയാകുമ്പോഴാണ് എല്ലാം ഇതും ആക്റ്റീവായി തുടങ്ങുന്നത്. പകലും നമുക്ക് ഒരുപാട് കാണാൻ സാധിക്കും. സോ ഒരു മലയാളി ബാംഗ്ലൂർ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ബാംഗ്ലൂരിലുള്ള ഒരു മലയാളി തീർച്ചയായും ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടാവും. വരാത്തവരാരും ഉണ്ടാവില്ല. ഒരുപാട് ക്ലബ്ബ്, പാർട്ടി ഹബ്ബ്, ഒരുപാട് സംഭവങ്ങളുള്ള ഒരു സ്ട്രീറ്റാണ്. കണ്ടില്ല, ഇന്നൊരു തിങ്കളാഴ്ച ദിവസമായിട്ടും നല്ല രീതിയിൽ തിരക്കുണ്ട്. ഇനി അടുത്തത് ഇത് ഫെബ്രുവരി മാസമാണല്ലോ. സോ നെക്സ്റ്റ് ഇനിയിൽ ഓരോരോ പരിപാടികൾ വന്നുകൊണ്ടിരിക്കുമല്ലോ. വാലൻറ്റൈൻസ് ഡേ അങ്ങനത്തുള്ള പല ഡേയ്സും. ഇവിടെയൊക്കെ സാധാരണ സ്ട്രീറ്റിലും ഒരുപാട് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. കത്തിയും ബാഗും അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകാനുള്ളത്. സോ 1 വേ ആയ വഴി കാണുന്നില്ലല്ലോ. ആൾക്കാർ ഇവിടെ വന്ന് നിന്നേക്കോ? ഇവർ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൺഫ്യൂസ് ആവും, ഇനിയിപ്പോൾ 1 വേ ആയിരിക്കുമെന്ന്. ഈ മെട്രോ ലൈനൊക്കെ ഇവിടെ അണ്ടർപാസിലായിരിക്കും കേട്ടോ, അണ്ടർഗ്രൗണ്ടിലൂടെ ആയിരിക്കും മെട്രോ ലൈൻ പോകുന്നത്. കാരണം ഇതൊരു ഹിൽ സ്റ്റേഷനാണ്, ഹയ്യസ്റ്റ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ബാംഗ്ലൂരിലെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലം എന്നാണ്. സോ അങ്ങനെയാണ് ഈ മെട്രോ ലൈനൊക്കെ ആൾമോസ്റ്റ് ഇതിൻ്റെ അണ്ടർപാസിലൂടെ പോകുന്നത്. സോ ഇതൊക്കെ ഞാനെന്ന് പറയുന്നത് അവിടെ ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് നെറ്റിൽ റെഫർ ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ബംഗളൂരു നഗര വിശ്വവിദ്യാലയം, ബംഗളൂരു സിറ്റി യൂണിവേഴ്സിറ്റി ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ ഉണ്ട് നമുക്ക് മെട്രോയുടെ ആ ഒരു സ്റ്റേഷൻ. അവിടെ പോയിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ എന്തായാലും ഈ ഒരു ഭാഗമൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ വന്ന് കവർ ചെയ്യുന്ന നേരത്ത് വിധാനസൗധ എന്നൊരാത് കവർ ചെയ്യാണ്ട് പോകുന്നത് മോശമല്ലേ. സോ
ഒരുപാട് ചരിത്രമേറിയ ഒരു കെട്ടിടം കൂടെയാണ് ഈ ഒരു വിധാനസൗധ എന്ന് പറയുന്നത്. ഒരുപാട് സംഭവങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ 1962 ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് നെഹ്റു ആ ഒരു സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. ആ സമയത്ത് ആദ്യത്തെ CM എന്ന് പറയുമ്പോൾ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കർണാടകയിലെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത ചീഫ് മിനിസ്റ്റർ അല്ലായിരുന്നു. നോർമലി ഇങ്ങനെ സെലക്ട് ചെയ്ത ഒരു ചീഫ് മിനിസ്റ്റർ. ആ ഒരു ചീഫ് മിനിസ്റ്ററാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഏകദേശം ഇങ്ങനെ ഒരു കെട്ടിടം വേണം എന്ന രീതിയിലൊക്കെ വന്ന് അതിൻ്റെ എല്ലാം പ്ലാനിങ് തുടങ്ങിയത്. അവസാനം രണ്ടാമത്തെ CM വന്ന് ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. സോ അതായത് ആദ്യത്തെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുത്ത രണ്ടാമത്തെ CM. സോ അങ്ങനെ ഒരുപാട് എന്താ പറയുക ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൻപ് ഈ ഒരു വിധാനസൗധയുടെ ഫ്രണ്ടിൽ ഒരു ഹൈക്കോർട്ടില്ല. ആ ഹൈക്കോർട്ട് ബിൽഡിംഗ് ആയിരുന്നു വിധാനസൗധയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അവിടെ ഹൈക്കോർട്ടാണ്. അതായത് അതൊക്കെ എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കാലത്ത് പണിതെടുത്തിട്ടുള്ള ഹൈക്കോർട്ടാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂരിൽ പല സ്ട്രീറ്റിൻ്റെ ഇതിലുള്ളത് പേരൊക്കെ ബ്രിട്ടീഷുകാരുടെ ഓരോ അധികാരികളുടെ പേരൊക്കെയാണ്. റൈറ്റിലോട്ടാണ് ഹൈക്കോർട്ട് ഉള്ളത്. ആ ഒരു റെഡ് ആയിട്ടുള്ള ബിൽഡിങ് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കില്ല. മൊത്തം മരങ്ങളൊക്കെ വളർന്ന് ഇങ്ങനെ മൂടി നിൽക്കുവാണ്. 3 വരി പാതയാണ്. 1 വരി പാത പാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അറിയത്തില്ല, എന്തായാലും ഇവിടെ നിർത്തിയേക്കാം. എല്ലാവരും നിർത്തിയിട്ടുണ്ടല്ലോ. വിധാനസൗധ ആ ഒരു ഇതിൻ്റെ കെട്ടിടമാണ് ഇവിടെ കാണുന്നത്. 1962 ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നെഹ്റുവാണ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സമയത്താണ് നെഹ്റു ഇവിടെ വന്ന് താമസിച്ചിട്ടുള്ളത്, ഇവിടെ നന്ദി ഹിൽസിൽ. സോ റൈറ്റിലൊരു വഴി പോകുന്നുണ്ട്. സോ ഇവിടെ ഒരു ഫ്രണ്ടിൽ തന്നെ ഒരു സിഗ്നലുണ്ട്, കണ്ടില്ലേ? അവിടെ ഒരു സിഗ്നൽ കാണാം. സോ ഇവിടെ 3 വരി പാതയാണ്. 1 വരിയിൽ ഇങ്ങനെ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ടില്ലേ? ഇതിന് മുമ്പിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. സോ അവിടെ നമുക്ക് ആ ഒരു ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാപ്ഷൻ അവിടെ കാണാം. ആ ഒരു ഗവൺമെൻറ് വർക്ക് ഈസ് ഗോഡ്സ് വർക്ക് എന്ന് പറഞ്ഞിട്ട്. സോ ഇവിടെ കെമ്പേഗൗഡൻ്റെ ഒരു കുതിരയിലിരിക്കുന്ന ഒരു പ്രതിമയുണ്ട്. പിന്നെ അങ്ങ് ദൂരെയുള്ളത് ബസവേശ്വരയ്യാന്ന് തോന്നുന്നു, അറിയത്തില്ല. ഏകദേശം ഇവിടെ നിന്ന് ഗസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് നെഹ്റുയുടെ ഒരു ഒരു പ്രതിമയുണ്ട് ഈ സൈഡിലായിട്ട് തന്നെ. മുൻപിൽ അത്യാവശ്യം നല്ലൊരു ഗാർഡൻ ഏരിയയാണ്. പിന്നെ ഈ റോഡിൻ്റെ ഓപ്പോസിറ്റിൽ തന്നെയാണ് ആ ഒരു ഹൈക്കോർട്ടുള്ളത്. നമുക്ക് കാണാം ആ ഒരു ഇതിൽ അതായത് മൂടിക്കിടക്കുകയാണ് മൊത്തം. മുമ്പിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. ഇപ്പുറം നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മുമ്പ് അതായിരുന്നു ഹൈക്കോർട്ട്, വിധാനസൗധയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ബ്രിട്ടീഷുകാരാണ് ആ ഒരു കെട്ടിടമൊക്കെ പണിതിരിക്കുന്നത് ഇപ്പോൾ ഉള്ള ഹൈക്കോർട്ടിൻ്റെ. അപ്പോൾ ഓക്കെ, ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. അപ്പം തിരിച്ച് എന്തായാലും പോവുകയാണ്. സമയം വൈകിട്ടുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം റൂമിലോട്ട് ഒരു 10-15 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത് ഒരുപാട് സ്ഥലത്തൊക്കെ പോകാൻ വേണ്ടി ആഗ്രഹമുണ്ട്. ഒരുപാട് കാഴ്ചകൾ കാണിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷേ എന്താ പറയുക, നിന്ന് ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എമർജൻസി ആയിട്ട് പോകുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ റൈഡ് ചെയ്ത് ഓരോ സ്ട്രീറ്റ് പെട്ടെന്ന് ഇങ്ങനെ കാണിച്ചു പോയത്. അപ്പം ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് മാർക്കറ്റിലൊക്കെ പോയിട്ട് വീഡിയോ ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അടുത്ത പ്രാവശ്യം വരാൻ നേരത്തെ എന്തെങ്കിലും ചെയ്യാം. അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഹാവ് എ നൈസ് ഡേ. മുന്നോട്ടും ഇന്ന് മാത്രമല്ല എല്ലാ ദിവസവും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ബൈ, ടാറ്റാ.